വേണോ? കൈലാഷാണല്ലോ ശല്യം. ഗുഡ് മോർണിംഗ് സാർ. വന്നിട്ടുണ്ടല്ലോ സാറേ. അതിനെന്താ സാറേ, സാറ് പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ. ഞാൻ ഇപ്പൊ തന്നെ പറയാം സാറേ. സാർ എൻ്റെ ഒരു തലയിലെഴുത്തു, എൻ്റെ കർണാരോ. അതെ, ഹലോ, ജോലി ചെയ്യുന്നത് പോലെ അഭിനയിച്ചതൊക്കെ മതി. എന്നിട്ട് പോവാൻ നോക്ക്. എന്താ സാർ കാര്യം? അവളിപ്പോ ജോലി ചെയ്യാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും എന്തിനാണ് സാർ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഒരു കാരണവുമില്ലാതെ ഇവളെ പിരിച്ചുവിടാൻ ശ്രമിച്ച വീണ്ടും തൊഴിലാളികളെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത് സാറിന് അറിയില്ലേ? ഇവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. പലരുടെ ആവശ്യപ്രകാരം ഇവൾക്കൊന്ന് ലീവ് കൊടുക്കേണ്ട അവസ്ഥയാ. ആരാ സാർ പറഞ്ഞത്? ഇവളെ കൊണ്ട് ലീവ് എടുപ്പിക്കേണ്ട ആവശ്യം പ്രിയന്റെയാ. അതിന് വിളിച്ച് ശുപാർശ ചെയ്തത് കൈലാഷ് സാർ. പിന്നെ എനിക്ക് ഇവിടെ പറഞ്ഞയക്കാതിരിക്കാൻ പറ്റും? അതിന് പ്രിയൻചേട്ടൻ ഇതുവരെ ജോലിക്ക് വന്നില്ലല്ലോ. പ്രിയൻ സാറേ ഇന്ന് ജോലിക്ക് വരില്ല. എന്ത് പറ്റി സാർ? ഇത്രയും ദിവസം ഇവൾക്ക് വയ്യാന്നും പറഞ്ഞ് അവൻ കമ്പനിയിൽ നിന്ന് മുങ്ങി കറങ്ങി നടക്കായിരുന്നു. ഇപ്പൊ അവന്റെ അമ്മയ്ക്ക് വയ്യാന്നും പറഞ്ഞ് ഇവളെ സഹായത്തിന് വിളിച്ചിരിക്ക. ഇവള് വലിയ ഡോക്ടറാണല്ലോ. ഇവളുടെ കൈയൊന്ന് തൊട്ടാ മതി, പ്രിയന്റെ അമ്മയുടെ അസുഖമൊക്കെ മാറിയേ ഓടി നടക്കാൻ തുടങ്ങും. നിനക്ക് ലീവ് എന്ന് പറഞ്ഞുവിടാനേ കൈലാഷ് സാറ് വിളിച്ചു പറഞ്ഞു. എന്നാ പിന്നെ മേഡം അങ്ങട്. പ്രിയന്റെ അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ലീവ് വേണം സാർ. പ്രിയൻചേട്ടന്റെ അമ്മയെ ഞങ്ങളും പോയി കണ്ടിട്ട് വരാം. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നീ ഒരാള് ജോലിക്ക് വന്ന മൊത്തം കമ്പനിയുടെ ജോലി നടക്കാതെയാവും. നിങ്ങൾക്കും പോണെങ്കിൽ പൊക്കോട്ടോ. പക്ഷേ 3 ദിവസം ശമ്പളം ഞാൻ കട്ട് ചെയ്യും. നീ എന്തിനാ നോക്കിക്കണേ? വേഗം പോവാൻ നോക്ക്. അസുഖം കാരണം എനിക്ക് കുറെ ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ചേച്ചിയുടെ കല്യാണത്തിനും ലീവ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അതെന്താ പതിവില്ലാതെ ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ നിനക്കൊരു വിഷമം? ഞാൻ പോവാൻ സമ്മതിച്ചില്ല എന്ന് കൈലാഷ് സാറിനോട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനല്ലേ? അതൊന്നും പറ്റില്ല. സാറ് ചോദിച്ചാ ഞാൻ എന്താ പറയാ? എനിക്ക് പോവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാ മതി. ഞാൻ എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് ചെയ്യണമെന്നുള്ള വാശിയാണ് നിനക്കല്ലേ? നിങ്ങളെയൊക്കെ വെച്ച് ജോലി ചെയ്യിക്കേണ്ടി വരുന്നതാ എന്റെ തലയിലെടുത്ത്. പ്രിയന്റെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ടും നിനക്ക് അങ്ങോട്ട് പോണോന്ന് തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, ഇപ്പൊ ലീവ് എടുത്താ കരുണാകരൻ സാറ് ചേച്ചിയുടെ കല്യാണം അടുക്കുമ്പോ ലീവ് തരാതിരിക്കും. അതിന് കൈലാഷ് സാറ് നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടല്ലേ പൊക്കോളാൻ പറഞ്ഞത്. പിന്നെ കരുണാകരൻ എന്ത് ചെയ്യാനാ? ഇങ്ങനെയുള്ള അവസ്ഥയിലാ കുടുംബക്കാർ ഒരുമിച്ച് നിൽക്കേണ്ടത്. നീ പ്രിയന്റെ കുടുംബത്തിന്റെ ഒരു ഭാഗമാവാൻ പോകുന്നോളാം. അങ്ങോട്ട് ചെന്ന് അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്ക്. ഇത് നിന്റെ ഭാവി അമ്മായി അമ്മയെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ അവസരമാണ്. വേണ്ട, എനിക്ക് കുറെ ജോലിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ. കരുണാകരൻ, സാർ, തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞ അത് ചെയ്യില്ലെന്ന് തനിക്ക് എന്തെങ്കിലും വാശിയുണ്ടോ? അയ്യോ ഇല്ല സാറേ. പിന്നെന്താ താൻ പാർവതിയെ പ്രിയന്റെ വീട്ടിലേക്ക് പറഞ്ഞുകൂടാത്ത? ഞാൻ പോവാനുള്ള അനുവാദം കൊടുത്താണല്ലോ സാറേ. അവക്ക് പോണ്ടെന്നാ പറയണേ. അവളെ എനിക്ക് കൈത്തിന് പിടിച്ച് പുറത്താക്കാൻ പറ്റും സാറേ? താൻ ഇതുപോലെ വിഷം ചീറ്റിയാണ് പാർവതിയോട് പോവാൻ പറഞ്ഞെങ്കിൽ പാർവതി പോവാത്തതിൽ ഒരു അത്ഭുതവുമില്ല. പാർവതിയോട് ഞാൻ സംസാരിച്ചോളാം. ഓ ആയിക്കോട്ടെ. എന്തെങ്കിലും ഉപകാരമുള്ള ഒരുത്തിയുടെ പുറകെ നടക്കുകയാണെങ്കിൽ അതിനൊരർത്ഥമുണ്ട്.
ഇങ്ങനെ വല്ലവന്റെ പെണ്ണിന്റെ പിറകെ നടക്കാൻ ഇവനെ നാണാവില്ല. ചാവാം. പാർവതി, പാർവതിയോട് ഞാൻ പൊക്കോളാൻ പറഞ്ഞിട്ടും എന്താ പ്രിയന്റെ വീട്ടിലേക്ക് പോകാതെ? പ്രിയന്റെ അമ്മയ്ക്ക് വയ്യാന്ന് പാർവതിക്ക് അറിയില്ലേ? ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലല്ലേ നീ അവരുടെ കൂടെ നിന്ന് സഹായിക്കേണ്ടത്? കൈലാഷ് സാറിന് എന്റെ അവസ്ഥ മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാകുക? സാറ് നല്ല മനസ്സുകൊണ്ട് എന്നെ പോകാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ പോയാ ഇവിടെ ഉള്ളവരിൽ പലരും ഞാനും പ്രിയഞ്ചേട്ടനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കും. അതാ ഞാൻ പോണ്ടെന്ന് കരുതിയത്. അങ്ങനെ പരദൂഷണം പറയുന്ന ആൾക്കാരുടെ വാക്കുകൾക്ക്